ആയുർബദാനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് NABH അക്രഡിറ്റേഷൻ തന്നെയാണ്. NABH ടീം ഡയറക്റ്റായിട്ട് വന്ന് നമ്മുടെ ക്വാളിറ്റി, ഹൈജീൻ, സേഫ്റ്റി എന്നീ ആസ്പെക്റ്റുകളൊക്കെ ഡയറക്റ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അക്രഡിറ്റേഷനാണിത്. ഇങ്ങനെയൊരു ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് വഴി ഈ ന്യൂറോപ്പതി മൂലമുണ്ടാകുന്ന തരിപ്പും വേദനയും പൊഴിച്ചിലിനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമ്മളിവിടെ അഷ്വർ ചെയ്യുന്നു. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ന്യൂറോ, ഓർത്തോ, സ്പൈൻ, സ്കിൻ, ഈവൻ ആയുർവേദ ഗൈനക്കോളജി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആയുർബദാനി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ആയുർവേദ ഹോസ്പിറ്റലാണ്. 10 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഗാർഡൻസും വാക്ക് വേസും ഒക്കെ ഉണ്ട്. പേഷ്യൻസിന് റിലാക്സ് ചെയ്യാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഹട്ടുകളും ലൈബ്രറിയും ഒക്കെ നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്വിമ്മിംഗ് പൂള്, ഫിറ്റ്നസ് സെൻറ്റർ, ഇങ്ങനെ നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി റിക്രിയേഷൻ സെൻറ്റേഴ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിക്ക ആയുർവേദ ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ആയുർവേദം അല്ലെ, കഞ്ഞിയും പയറും അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കേണ്ടി വരും എന്നൊക്കെയുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഓരോ പേഷ്യൻറ്റിനും അവരുടെ അസുഖത്തിനനുസരിച്ചിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് കൺസൾട്ടേഷൻ നടത്തി അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ തന്നെയുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രീനാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും ഉണ്ട്. അപ്പോൾ പ്രീനാറ്റൽ കെയർ, അതായത് പ്രസവത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം തൊട്ട് നമ്മൾ ഓരോ മാസങ്ങളിലും ചെയ്യേണ്ട ചില പരിചരണങ്ങൾ, കാര്യങ്ങൾ, മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഡെലിവറി അഷ്വർ ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടാനുമുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് വരുമ്പോൾ അമ്മേനെ എണ്ണ തേച്ച് തിരുമുക, വേദവെള്ളത്തിൽ കുളിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആ അമ്മയുടെ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് ആവാനും ഭാവിയിലേക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും, അതുപോലെ കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് അപ്പം ആ കുഞ്ഞിൻ്റെ ആ ജനനം മുതൽ തന്നെ കുഞ്ഞിന് വേണ്ട എല്ലാ പരിചരണവും കൊടുത്ത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആയുർവേദം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഉഴിച്ചിലും വീഴ്ചിലും എന്നൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ന്യൂറോ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അപ്പോൾ ആയുർവേദത്തിൽ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന സീനിയർ കൺസൾട്ടൻറ്റിൻ്റെ ഒപ്പം തന്നെ ന്യൂറോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് നമുക്കിവിടെയുണ്ട്. അപ്പോൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും കമ്പൈൻ ചെയ്തിട്ട് പ്രത്യേകിച്ചും ന്യൂറോ കേസുകളായ സ്ട്രോക്ക്, പാർക്കിൻസൺ ഡിസീസ്, MS തുടങ്ങിയ അനവധി ന്യൂറോ ഡിസീസുകൾക്കൊക്കെ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെൻറ്റ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആയുർവേദം, ഫങ്ഷണൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് ഡയറ്റ്, യോഗ, എക്സസൈസ് തുടങ്ങിയ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ശിരോധാരകൾ, തക്രധാര, തലപോതിച്ചിൽ തുടങ്ങിയ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ സ്പെഷ്യലായിട്ടുള്ള ഒട്ടനവധി ഇൻറ്റേർണൽ മെഡിസിൻസും അതോടൊപ്പം ആയുർവേദത്തിൻ്റെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സുകളും ഉണ്ട്. ഇപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള IV ഗ്ലൂട്ടാത്തയോൺ, IV വൈറ്റമിൻ C, PRP ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങിയ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളും കൂടെ ഇവിടെ ഇതിനോടൊപ്പം ചേർത്ത് ചെയ്യുന്നുണ്ട് ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്. ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും മുട്ടുവേദന, നടുവേദന, ഷോൾഡർ പെയിൻ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ആയുർവേദത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. ആയുർവേദത്തിലെ വസ്തി പോലെയുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ജോയിൻറ്റ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചറിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു റീജനറേഷനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. മുട്ടുവേദനയ്ക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള PRP ട്രീറ്റ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. സോറിയാസിസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇവിടെ വന്ന് സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടി പോകുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് ആയുർവേദത്തിലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളാണ്. ഇങ്ങനെയൊരു ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് വഴി ഈ ന്യൂറോപ്പതി മൂലമുണ്ടാകുന്ന തരിപ്പും വേദനയും പൊഴിച്ചിലിനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമ്മളിവിടെ അഷ്വർ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം പരിചരിക്കുന്നു. പക്ഷേ ദിവസം മുഴുവനുമുള്ള ഈ സ്ട്രെസ്സ്, ഓട്ടം, ജോലി, ഇതിനെല്ലാം ഇടയിൽ ഈ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിചരിക്കണം എന്ന് തോന്നാറില്ല. അങ്ങനെ തോന്നുമ്പോൾ തൃശ്ശൂരുള്ള ആയുർബദാനിയിലേക്ക് വരാം. 10 ഏക്കറിലുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക്. സൈന സൗത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദ ഹോസ്പിറ്റൽസ് കേരളമായതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. അപ്പം എവിടെയും സെൻറ്റേഴ്സ് നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു സംശയമുണ്ട്, ഇത് ക്രെഡിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണോ, ഇവിടെ വെറുതെ പേരിന് വേണ്ടി ഇരിക്കുന്നതാണോ, ഷോ മാത്രമേ ഉള്ളൂ, റിസൾട്ട് ഉണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ. ഇപ്പം ആയുർബദാനി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ആയുർബദാനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് NABH അക്രഡിറ്റേഷൻ തന്നെയാണ്. NABH ടീം ഡയറക്റ്റായിട്ട് വന്ന് നമ്മുടെ ക്വാളിറ്റി, ഹൈജീൻ, സേഫ്റ്റി എന്നീ ആസ്പെക്റ്റുകളൊക്കെ ഡയറക്റ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അക്രഡിറ്റേഷനാണിത്. NABH ഉള്ളതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്.
ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കേൾക്കുന്നതാണ്, അവർ പറയും ഇംഗ്ലീഷ് മെഡിസിൻ വേണ്ട, ഇംഗ്ലീഷുകാർ പറയും ആയുർവേദമൊക്കെ പണ്ടത്തെയാണ്, പലരും പറയുന്നതാണ്, നമ്മൾ ആയുർവേദത്തിലേക്ക് പോയത് നമ്മുടെ അടുത്ത് തന്നെ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ കേട്ടു ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് എങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെയാണ്? അതെ, നമ്മുടെ ഒരു യുണീക്ക് അപ്രോച്ചാണിത്. ബേസിക്കലി ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ആയുർവേദത്തിൻ്റെ എല്ലാ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളും ക്ലാസിക്കലായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ന്യൂറോ, ഓർത്തോ, സ്പൈൻ, സ്കിൻ, ഈവൻ ആയുർവേദ ഗൈനക്കോളജി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പേഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ആയുർവേദത്തിനോടൊപ്പം തന്നെ മറ്റ് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സുകളായ ഫങ്ഷണൽ മെഡിസിൻ, അക്യുപങ്ക്ചർ, ഫിസിയോതെറാപ്പി, യോഗ തുടങ്ങിയ ഒട്ടനവധി ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിവിടെയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫങ്ഷണൽ മെഡിസിൻ എന്നൊരു സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഫങ്ഷണൽ മെഡിസിൻ അണ്ടറിൽ ഇവിടെ ഓസോൺ തെറാപ്പി, കിലേഷൻ, ECP, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് തെറാപ്പി തുടങ്ങിയ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഞങ്ങളുടെ CEO ഡോക്ടർ ഗ്രിഗർ ഒരു മോഡേൺ മെഡിസിൻ ഫിസീഷ്യനാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു മോഡേൺ മെഡിസിൻ സപ്പോർട്ടും ആയുർവേദത്തിനോടൊപ്പം നമുക്കിവിടെ അഷ്വർ ചെയ്യാൻ പറ്റും. ഇതൊരു 10 ഏക്കറിലുള്ളൊരു സ്ഥലമാണ്. സാധാരണ ഒരുപാട് പേർക്ക് പറയാൻ പറ്റാത്തൊരു ലക്ഷറിയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ ഇപ്പോൾ ഈ മെഡിസിൻസ് കൂടാതെ വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആയുർവേദാനി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ആയുർവേദ ഹോസ്പിറ്റലാണ്. 10 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗാർഡൻസും വാക്ക് വേസും ഒക്കെ ഉണ്ട്. പേഷ്യൻസിന് റിലാക്സ് ചെയ്യാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഹട്ടുകളും ലൈബ്രറിയും ഒക്കെ നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്വിമ്മിംഗ് പൂള്, ഫിറ്റ്നസ് സെൻറ്റർ, ഇങ്ങനെ നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി റിക്രിയേഷൻ സെൻറ്റേഴ്സ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ 10 ഏക്കറിൽ നമ്മളിവിടെ ഓർഗാനിക് വെജിറ്റേറിയൻ ഫുഡാണ് അഷ്വർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതായത് വന്നു കഴിയുമ്പോൾ നമ്മൾ സമാധാനവും സ്വസ്ഥവുമായിട്ട് ആ ഒരു ഡയറ്റ്, കാരണം ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾക്ക് പഥ്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, അതും വിഷമില്ലാത്ത സാധനങ്ങൾ വരും എന്നുള്ളതാണ്. അതെ അതെ, ഇപ്പോൾ മിക്ക ആയുർവേദ ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ആയുർവേദമല്ലേ, കഞ്ഞിയും പയറും അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കേണ്ടി വരും എന്നൊക്കെയുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഓരോ പേഷ്യൻറ്റും അവരുടെ അസുഖത്തിനനുസരിച്ചിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് കൺസൾട്ടേഷൻ നടത്തി അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ തന്നെയുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വെൽനെസ്സിന് മാത്രം വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട്. അവിടെയും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ ഓർഗാനിക് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. അപ്പം ഓരോ പേഷ്യൻ്റെയും മരുന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒപ്പം ഭക്ഷണത്തിൻ്റെയും ക്വാളിറ്റിയും കൂടെ ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നത്. ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ തീരുമാനം ഒക്കെ വരുന്നതാണ്. ആളുകൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം അതാണ്. അപ്പം ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഒരുപാടും വരാറ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെ ഇവിടെ ചെയ്യുന്നത്? ആയുർവേദം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഉഴിച്ചിലും വീഴ്ചിലും എന്നൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ന്യൂറോ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അപ്പോൾ ആയുർവേദത്തിൽ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന സീനിയർ കൺസൾട്ടൻറ്റിൻ്റെ ഒപ്പം തന്നെ ന്യൂറോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് നമുക്കിവിടെയുണ്ട്. അപ്പോൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും കമ്പൈൻ ചെയ്തിട്ട് പ്രത്യേകിച്ചും ന്യൂറോ കേസുകളായ സ്ട്രോക്ക്, പാർക്കിൻസൺ ഡിസീസ്, MS തുടങ്ങിയ അനവധി ന്യൂറോ ഡിസീസുകൾക്കൊക്കെ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെൻറ്റ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആയുർവേദത്തിലെ ന്യൂറോ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ഡോക്ടറാണ് നമുക്കിവിടെ ഉള്ളത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ ന്യൂറോ സ്പെഷ്യലൈസ്ഡ് ഫിസിയോതെറാപ്പി യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഫങ്ഷണൽ മെഡിസിൻ്റെ അണ്ടറിലുള്ള ECP തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓട്ടോഇമ്യൂൺ കണ്ടീഷനായിട്ടുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങിയ കേസുകളൊക്കെ വരുമ്പോൾ ആയുർവേദവും ഫിസിയോതെറാപ്പിനോടൊക്കെ ഒപ്പം ഫങ്ഷണൽ മെഡിസിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഓസോൺ തെറാപ്പി, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് തെറാപ്പി തുടങ്ങിയവയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു മച്ച് മോർ ബെറ്റർ റിസൾട്ട് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല, അതിനെ ഏതൊക്കെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം ആ വഴി പോകും. അതെ അതെ, ഇതുപോലെയാണ് ഇപ്പം പ്രസവരക്ഷ. പണ്ട് നമ്മൾ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അതിനുശേഷം കുറേ ലേഹ്യങ്ങൾ കൊടുക്കുക, പിന്നീട് അത് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് മരുന്ന് കുറിച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കല. പക്ഷേ റീസെൻ്റ്ലി കാണുന്നൊരിതാണ്, പ്രസവത്തിന് മുന്നേയും പിന്നെയും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ സെൻറ്ററുകളിൽ ചെന്നൊക്കെ എടുക്കുന്നത്, അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽസിൽ ചെന്നെടുക്കുന്നത്. ഇവിടെ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ആയുർവേദാനി ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദത്തിൽ പ്രസൂതി സ്ത്രീരോഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറുടെ അണ്ടറിലാണ് നമ്മുടെ ഗൈനക്കോളജി വിഭാഗം വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രീനാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും ഉണ്ട്.
പ്രീനേറ്റൽ കെയർ, അതായത് പ്രസവത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം തൊട്ട് നമ്മൾ ഓരോ മാസങ്ങളിലും ചെയ്യേണ്ട ചില പരിചരണങ്ങൾ, കാര്യങ്ങൾ, മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഡെലിവറി അഷ്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ബേബിക്ക് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടാനുമുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് വരുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് വീടുകളിലൊക്കെ പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. അമ്മേനെ എണ്ണ തേച്ച് തിരുമ്മുക, വേദവെള്ളത്തിൽ കുളിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആ അമ്മയുടെ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് ആവാനും ഭാവിയിലേക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് അപ്പം ആ കുഞ്ഞിൻ്റെ ആ ജനനം മുതൽ തന്നെ കുഞ്ഞിന് വേണ്ട എല്ലാ പരിചരണവും കൊടുത്ത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഒബീസിറ്റി, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ. അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒബീസിറ്റി മാനേജ്മെൻറ്റിലാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നതാണ് ഒബീസിറ്റി എന്നുള്ളത്. ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആയുർവേദം, ഫങ്ഷണൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് ഡയറ്റ്, യോഗ, എക്സസൈസ് തുടങ്ങിയ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഡയറ്റ് ഒരു പ്രധാന ഭാഗമാണ്. അതോടൊപ്പം ഉള്ളിലോട്ട് കഴിക്കാനുള്ള കുറച്ച് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, ആയുർവേദത്തിൻ്റെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻസ്, എക്സ്റ്റേണൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെ ഫാറ്റ് മൊബിലൈസ് ചെയ്യാനും നമുക്ക് കുറച്ചൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. നമുക്ക് ഓരോ ഏരിയ വൈസ്, ചിലർക്ക് അബ്ഡമൻ, ടമ്മി കുറയ്ക്കണം, ചിലർക്ക് തൈസ് ഒക്കെ കുറച്ച് ഓവറായിട്ട് ഫാറ്റ് അക്യുമുലേറ്റഡ് ഉണ്ടാവും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആ ഓരോ ഏരിയ വൈസ് ഫാറ്റ് മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ തന്നെ ഒരു 2 to 3 kg വെയിറ്റ് ലോസ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഈ അക്യുപങ്ചർ പോലത്തെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്? അതിനൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അക്യുപങ്ചർ, യോഗ, ഫിസിയോതെറാപ്പി, പിന്നെ ഫങ്ഷണൽ മെഡിസിൻ ഞങ്ങളുടെ CEO തന്നെയാണ്, ഡോക്ടർ ഗ്രിഗറിൻ്റെ അണ്ടറിലാണ് ഫങ്ഷണൽ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. ഫങ്ഷണൽ മെഡിസിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഓസോൺ തെറാപ്പി, കിലേഷൻ തെറാപ്പി, ECP ട്രീറ്റ്മെൻറ്റ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് തെറാപ്പി തുടങ്ങിയ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാരും കോസ്മെറ്റോളജിയിലോട്ടൊക്കെ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള PRP ട്രീറ്റ്മെൻറ്റ്, ഗ്ലൂട്ടാത്തയോൺ, വൈറ്റമിൻ C തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇപ്പം സ്കിന്നിന് വേണ്ടിയിട്ട് യുവത്വം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ യുവത്വത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ആളുകൾ ഒരുപാട് ശ്രമിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിന് സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെന്ന് പണ്ട് തൊട്ട് കേൾക്കുന്ന. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്യുവർ ആയുർവേദമാണോ അതോ മിക്സ്ഡ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്? അതെ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് യുവത്വം നിലനിർത്തുക എന്നുള്ളത്, അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ചെയ്യേണ്ടത് ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോട്ടൽ ബോഡി ഡീടോക്സിഫിക്കേഷനാണ്. അപ്പോൾ ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷനോടൊപ്പം തന്നെ നമുക്ക് ആയുർവേദത്തിൽ കുറച്ച് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതായത് മുഖലേപം, മുഖാഭ്യംഗം, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്കും സ്ട്രെസ്സ് കാരണം, ഉറക്കക്കുറവ് കാരണവും ഒക്കെ നമ്മുടെ സ്കിന്നിനെയൊക്കെ ബാധിക്കുക, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ശിരോധാരകൾ, തക്രധാര, തലപോതിച്ചിൽ തുടങ്ങിയ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ സ്പെഷ്യലായിട്ടുള്ള ഒട്ടനവധി ഇൻറ്റേർണൽ മെഡിസിൻസും അതോടൊപ്പം ആയുർവേദത്തിൻ്റെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സുകളും ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ കോമ്പിനേഷനും കൂടിയാണ്. ഇപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള IV ഗ്ലൂട്ടാത്തയോൺ, IV വൈറ്റമിൻ C, PRP ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങിയ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളും കൂടെ ഇവിടെ ഇതിനോടൊപ്പം ചേർത്ത് ചെയ്യുന്നുണ്ട് ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ലുക്കും ബോഡി ഫിറ്റ്നസ്സും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതെ അതെ. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പം കേൾക്കുന്ന നടുവേദന, ജോയിൻസ് പെയിനാണ്, നീരാണ് എന്നൊക്കെ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ പെയിൻ കില്ലർ എടുക്കലാണ് ഒത്തിരി പേരും ചെയ്യുക. അപ്പോൾ അതിനുള്ള ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും മുട്ടുവേദന, നടുവേദന, ഷോൾഡർ പെയിൻ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ആയുർവേദത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. ആയുർവേദത്തിലെ വസ്തി പോലെയുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ജോയിൻറ്റ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചറിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു റീജനറേഷനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. മുട്ടുവേദനയ്ക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള PRP ട്രീറ്റ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. ജനറലി നമ്മൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും ഇങ്ങനത്തെ PRP ട്രീറ്റ്മെൻറ്റുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്തരം ഓർത്തോ റിലേറ്റഡ് കേസുകൾ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ത്വക്ക് രോഗങ്ങൾ, അതിന് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ പോലും പലപ്പോഴും ഗുണമില്ലാത്ത കേസസ് കാണാറുണ്ട്. പക്ഷെ ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെ സ്കിൻ ഡിസീസസിനുണ്ടെന്നും അത് പൂർണ്ണമായിട്ട് മാറുമെന്നും കേട്ടിട്ടുണ്ട്. ഇവിടെ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടതാണ് ഓട്ടോഇമ്യൂൺ കണ്ടീഷനായിട്ടുള്ള സോറിയാസിസ് പോലെയുള്ള ആൾക്കാരെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണിത്. സോറിയാസിസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇവിടെ വന്ന് സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് റിസൾട്ട് കിട്ടി പോകുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് ആയുർവേദത്തിലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളാണ്.
സ്നേഹപാനം അല്ലെങ്കിൽ വമനം, വിരേചനം പോലെയുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് ഒരു ഫുൾ ബോഡി ഡീടോക്സിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ആ സ്കിൻ ലീഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ സ്കിന്നിൻ്റെ ഇച്ചിങ്ങും ലീഷൻസും ഡ്രൈനെസ്സും ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പേഷ്യൻസിനെ വിടുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളൂ, ഇതൊക്കെ ഒരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ഇത് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ട്രിഗേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഡയറ്റ് മോഡിഫിക്കേഷനും കൂടെ നമ്മളിവിടുന്ന് അഡ്വൈസ് ചെയ്യും. അതൊക്കെ അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ സോറിയാസിസ് പോലെയുള്ള സ്കിൻ രോഗങ്ങളൊക്കെ. ഈ ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ സോറിയാസിസ് പോലെയുള്ള ഓട്ടോഇമ്യൂൺ കണ്ടീഷനുകളിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മളിവിടെ ഓസോൺ തെറാപ്പിയും ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് തെറാപ്പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഡയബറ്റിസ്. ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടപ്പായി പ്രശ്നമായി. അപ്പോൾ ഡയബറ്റീസിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്? ഡയബറ്റീസ് ഇപ്പം വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിലടക്കം കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് വഴിയും പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് മോഡിഫിക്കേഷനിലും കൂടിയൊക്കെ നമുക്ക് ഡയബറ്റീസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഹെർബൽ മെഡിസിൻസും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡയബറ്റീസിനോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസും പേഷ്യൻസും വരുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. കൺവെൻഷണൽ മെഡിസിനിൽ ഇതിൽ അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പെയിൻ കുറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ആയുർവേദ ഹെർബൽ മെഡിസിനോടും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളോടും ഒപ്പം തന്നെ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളായ കിലേഷൻ തെറാപ്പി, ഓസോൺ തെറാപ്പി, ECP ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവ ചെയ്യുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നെർവ്സിനൊക്കെ റിജുവിനേറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയൊരു ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് വഴി ഈ ന്യൂറോപ്പതി മൂലമുണ്ടാകുന്ന തരിപ്പും വേദനയും പുകച്ചിലിനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമ്മളിവിടെ അഷ്വർ ചെയ്യുന്നുണ്ട്. ഈ പൂൾ ഫെസിലിറ്റി ശരിക്കും ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവശ്യകത? ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്താ? നമുക്ക് പേഷ്യൻസിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല പൂള്. എല്ലാ പേഷ്യൻസിനും നമുക്ക് പൂള് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡോക്ടേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെൽനസ് പേഷ്യൻസിനൊക്കെ ഡെയിലി പൂൾ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സും കുറേ ആൾക്കാർ കുട്ടികളെയും കൊണ്ടൊക്കെ വരാറുണ്ട്. അവരൊക്കെയാണ് പൂൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവിടുത്തെ. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ വന്നിട്ട് കൂളായിട്ട് അതെ പൂളിനുള്ളിലേക്ക് അതെ അതായത് ഇപ്പം ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ വരുവാണെങ്കിൽ എൻ്റെ കൂടെ വരുന്നവർക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കാം. അത് ഒരു ഉഗ്രം പരിപാടിയാണല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ക്ലീനിങ്ങും പരിപാടി എല്ലാ ഹൈജീൻ മെഷേഴ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ പൂൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഷ്യൻസിന് വെൽനസ് പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ സാധാരണ പൂൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുളിച്ചിട്ട് ഇറങ്ങണം, എല്ലാവരും നോക്കണം, കാരണം പലതരം ആളുകൾ വരണേ. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം അങ്ങനെ നമ്മൾ പറയൂ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുമോ? അതെ, നമുക്ക് പൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും നമ്മളിവിടെ ഫസ്റ്റ് ഡേ തന്നെ അഡ്വൈസ് കൊടുക്കും. പേഷ്യൻസ് വരുമ്പോൾ തന്നെയുള്ള ഇനീഷ്യൽ കൗൺസിലിങ്ങിൽ നമ്മൾ എല്ലാ അഡ്വൈസും കൊടുക്കും. പൂൾ ഉപയോഗിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, പൂളിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ഫിറ്റ്നസ് സെൻറ്ററിലോട്ട് പോവുകയാണല്ലേ. ചുറ്റുമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി, മരങ്ങളും എല്ലാം ആയിട്ട്. അതെ. ഈ ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യണത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണത്? നമുക്കിവിടെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൈ BP, അതുപോലെ ഒബീസിറ്റി തുടങ്ങിയ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെയുള്ള പേഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ വളരെ ഒരു ആക്റ്റീവായിട്ടുള്ള വർക്കൗട്ടും അല്ലെങ്കിൽ എക്സസൈസും കൂടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഒരു മിനിമം എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററും കൂടി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം പേഷ്യൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് അവരുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്കും ഇത് തീർച്ചയായിട്ടും ഡെയിലി ബേസിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് വരാൻ പറയുമ്പോൾ പലർക്കും സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു 2 വീക്സ് അങ്ങ് റുട്ടീൻ ഡിസ്റപ്റ്റഡ് ആയില്ലേ എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റവും വരുന്നില്ല അല്ലേ? നമ്മൾ ഡെയിലി കാര്യങ്ങൾ, വർക്കൗട്ട് കാര്യങ്ങൾ, യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഇവിടെ ആസ് യൂഷ്വൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അവർക്ക്. ഇപ്പം എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് ഇവിടെ വന്ന് നമ്മൾ നിന്ന് കഴിയുമ്പോൾ. ഒരുവിധം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അതെ, ബേസിക് ആയിട്ടുള്ള ഒരു ജിമ്മിൽ വേണ്ട ബേസിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് എക്യുപ്മെൻറ്റാണ്? ഇതൊക്കെ നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതൊരു ന്യൂറോ വോക്കറാണ്. സ്പൈൻ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്പൈനൽ വീക്ക്നെസ് ഒക്കെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ വോക്കറാണിത്. ഇതുപോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ്.
നമുക്കിവിടെ ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഹീസ് മിസ്റ്റർ ശ്യാം സുന്ദർ. Hello. ഹീസ് HOD of our physiotherapy unit. Hi, Shyam. So what happens here? Hi, mostly this is a physiotherapy department. At a time we can give 4 to 5 patients, treatment of 4 to 5 patients, and then we are mostly specialized in neurophysiotherapy. So we deal all kinds of patients, but we are specialized in neuro. What is this equipment? This is BWST, means body weight suspension treadmill training. So for the patients who can't walk, who can't stand, so we suspend them here, and then treadmill will run, and then they will walk. So eventually, so they will walk by themselves, their balance will increase, the gait also will be improved. So especially it is useful for paraplegia patient, hemiplegic patient, the patient who can't walk. So there is another equipment which mainly we use a lot. So it has got all, it's a combination of all the electrotherapy, so like a stimulation, again for the weak muscles, to stimulate the weak muscles, and then pain killing, like TENS is there, Russian currents is there, and then this ultrasound. So this is a therapeutic ultrasound with which we can decrease the inflammation, we can deal with the healing process, inflammations and all. Okay, thank you, Thank you Shyam. very much. Thank you. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങളിലൊന്ന് ഓർഗാനിക് ആയിട്ട് കൃഷിയെല്ലാം ഇവിടെ തന്നെ നടത്തി ഫുഡ് കിട്ടുക എന്നുള്ള ഇരുമ്പം പുളി ഇല്ലെന്ന് ഞാൻ തുടങ്ങുകയാണ്. വേറെ എന്തൊക്കെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്? നമുക്കിവിടെ ഒരുപാട് തരം പച്ചക്കറികളുണ്ട്. പീച്ചിങ്ങ, വഴുതനങ്ങ, കോവയ്ക്ക, വെണ്ടയ്ക്ക തുടങ്ങി ഒട്ടനവധി ഫ്രഷ്ലി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പച്ചക്കറികൾ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ കൂടുതലും വെജിറ്റബിൾ സാലഡും സ്റ്റീംഡ് വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഇവിടുത്തെ തന്നെ പച്ചക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കൃഷികളാണ്. അതെ അതെ, ഇതെല്ലാം നമ്മുടെ പച്ചക്കറി കൃഷിൻ്റെ ഏരിയ തന്നെയാണ് ഇതൊക്കെ. അപ്പോ ഇതൊക്കെ ഇപ്പൊ കായ്ച്ചു കിടക്കുന്ന സീനൊക്കെ കാണാം. അതെ അതെ, അപ്പൊ സീസണിലായിട്ട് ഇങ്ങനെ മാറി അതെ, ഓരോ സീസൺ അനുസരിച്ചിട്ട് പറ്റുന്ന പച്ചക്കറികൾ അതാത് സമയം നോക്കിയിട്ട് തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പ്ലാവല്ലേ ഇത്? അതെ അതെ, അപ്പൊ ക്ഷീരവർഗ്ഗങ്ങളും എല്ലാം നമ്മളിവിടെ ഓരോ സീസൺ അനുസരിച്ചുള്ള പച്ചക്കറികളൊക്കെ അതാത് സമയത്ത് തന്നെ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓ, അതായത് ഒരു സാധനത്തിനും വേറെ ആരെയും ആശ്രയിക്കേണ്ട. അപ്പൊ വിഷപരിപാടികൾ ഒട്ടുമില്ല. അതാണ് നമ്മൾ ഓർഗാനിക് വെജിറ്റേറിയൻ ഡയറ്റ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ വശത്ത് എന്നൊക്കെയാ നമ്മള് കൃഷി? ഇവിടെ നമുക്ക് കപ്പളങ്ങ, പപ്പായ, ചേന, കപ്പ, വഴുതനങ്ങ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഈ സൈഡിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കറിവേപ്പിലൊക്കെ സമൃദ്ധിയിലുണ്ട്. അതെ അതെ അതെ, കറിവേപ്പിലയൊക്കെ ആയുർവേദത്തിൽ ഒരു മരുന്നായിട്ടും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ കറികളിലും പിന്നെ ചില മരുന്നിന്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഇത് നോക്കാൻ എത്ര പേരുണ്ട്? നമുക്ക് അഗ്രികൾച്ചറലിന്റെ അണ്ടറിൽ നമുക്ക് 3-4 സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഈ കുക്കിങ്ങിനും എല്ലാത്തിനും കൂടി ആയിട്ട് മൊത്തം സ്റ്റാഫ് എത്ര പേരുണ്ട്? നമുക്ക് ആയുർവേദാനയിൽ ഏകദേശം ഒരു 90ഓളം സ്റ്റാഫുകളുണ്ട്. അത് കിച്ചണിലെ കുക്കിംഗ് ആയിട്ടും ഫുഡ് ഡ്യൂട്ടിക്കായിട്ടും അഗ്രികൾച്ചറൽ ഗാർഡനേഴ്സ് ആയിട്ടും ഒക്കെ, പിന്നെ തെറാപ്പിസ്റ്റുകൾ, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ ഒരു 100ന്റെ അടുത്ത് 90ഓളം സ്റ്റാഫുകൾ നമുക്കിവിടെ ആയുർവേദാനയിലുണ്ട്. അപ്പം ഈ എല്ലാ ദിവസത്തെയും ഉച്ചക്കത്തെ എങ്ങനെയാണ് രാവിലെ ഇത് കളക്ട് ചെയ്യാനായിട്ട് ആള് വരുന്നു? നമുക്കിവിടെ ഡെയിലി നമ്മുടെ സ്ഥിരമായിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർ രാവിലെ വന്ന് പാകമായിട്ടുള്ള പച്ചക്കറികളൊക്കെ വിളവെടുത്ത് അത് കിച്ചണിൽ കൊടുത്ത് ഫ്രഷ് ആയിട്ട് അതാത് ദിവസം നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാഫിനായിട്ടുള്ള പേഷ്യൻ്റായിട്ടുള്ള ഫുഡ് എല്ലാം ഇവിടെ നമ്മുടെ കിച്ചണിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് പിന്നെ നമ്മൾ കഷായപ്പുര ഉണ്ടല്ലേ? അതെ, മരുന്ന് നമ്മൾക്ക് ആവശ്യമായിട്ട് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ മരുന്നുകളും നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള ഒരു മെഡിസിൻ പ്രിപ്പറേഷൻ യൂണിറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാ അത് വേറെ നമ്മൾ പേ ചെയ്ത് എക്സ്ട്രാ കഴിക്കുക, പേഷ്യൻസിന് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യുക? അങ്ങനെയല്ല, നമുക്കിവിടെ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് ആണ്. ഓരോ ആൾക്കാരുടെയും ഓരോ പേഷ്യൻ്റെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ഡയറ്റ് കൺസൾട്ടേഷൻ നടത്തി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് അവരുടെ റൂമുകളിൽ നമ്മൾ സെർവ് ചെയ്യും. പിന്നെ ഒരു കോമൺ റെസ്റ്റോറൻറ്റ് നമുക്കുള്ളത് വെൽനെസ്സിന് വരുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡയറ്റ് ആവശ്യമില്ലാത്ത പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന്, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഓർഗാനിക് വെജിറ്റേറിയൻ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെ നമ്മൾ ബുഫേ സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള റൈസ്, ചപ്പാത്തി, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കിട്ടാൻ വിരളമായിട്ടുള്ള പരിപാടികളെല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടുകയാണ്.
ഡോക്ടർ, അപ്പം ഇത് ഞാൻ ഈ വീഡിയോസിലൊക്കെ പല സ്ഥലങ്ങളിലെ കണ്ടിട്ടുള്ളൂ, കഷായം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ഈ മരുന്ന് പുരയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ? നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും കഷായങ്ങളും തൈലങ്ങൾ, ഓയിൽ മസാജിനും പിഴിച്ചിലിനും ശിരോധാരയ്ക്കൊക്കെ ഒരുപാട് തൈലങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഭൂരിഭാഗവും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സഹചരാതി തൈലത്തിൻ്റെ പിന്നെ ക്ഷീരബല തൈലത്തിൻ്റെയൊക്കെയാണ് ഇപ്പോൾ പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് നമ്മളിവിടെ ഡെയിലി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പല ശാലകളിലെയും പോലെ, വൈദ്യശാലകളിലെയും പോലെ നിങ്ങൾ സ്വന്തം ബ്രാൻഡ് വിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മളിപ്പം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള മെഡിസിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിലേക്ക് ഒരു GMP സർട്ടിഫിക്കറ്റോട് കൂടി ഒരു മെഡിസിൻ പ്രിപ്പറേഷൻ യൂണിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അങ്ങനെ വരുമ്പോൾ നമുക്കത് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യാം. ഇപ്പം നമ്മുടെ ഇൻഡോർ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള മെഡിസിൻസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണോ ഇതിനോട് ഇടാനുള്ള എല്ലാം വരുന്നത്? എല്ലാ ഇൻഗ്രീഡിയൻസും അല്ല, പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മുറിവെണ്ണ, ചിഞ്ചാതൈലം തുടങ്ങിയ ഒരുപാട് ഓയിലുകൾക്ക് ഒരുപാട് ഇലകളുടെയൊക്കെ ജ്യൂസുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില നമ്മളിപ്പോൾ കുറേ കണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ. കുറേ മരുന്നുകൾ നമ്മുടെ ഇവിടുത്തെ തന്നെ ഗാർഡനിൽ ഉണ്ടാക്കുന്നുണ്ട് മെഡിസിൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. തികയാത്ത മരുന്നുകൾ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂം കാണുകയാണ്. അതായത് ഇതിന് മുന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എങ്ങനെയാണ് ശരിക്കുള്ള ചികിത്സ, പഞ്ചകർമ്മ ചികിത്സയുടെ സ്ഥലം? അതെ, പഞ്ചകർമ്മ തിയേറ്റേഴ്സ് ഉണ്ട്. നമുക്കൊരു 8ഓളം ട്രീറ്റ്മെന്റ് റൂമുകൾ ഉണ്ട് ഇവിടെ. അറ്റ് എ ടൈം 8 പേഷ്യൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പഞ്ചകർമ്മ, അതെ, പാത്തി എന്ന് പറയും, പഞ്ചകർമ്മ ടേബിളാണിത്. ഇതെങ്ങനെയാ ഇതിന്റെ എത്ര പേരൊക്കെ ഒരു ദിവസം? നമുക്കിവിടെ ടോട്ടലി 8 പഞ്ചകർമ്മ തെറാപ്പി റൂമുകളുണ്ട്. അറ്റ് എ ടൈം നമുക്ക് 8 പേഷ്യൻസിനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ശിരോധാര ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഇതെല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ. അപ്പൊ ഇത് ഓരോ തവണയും നമ്മൾ ഓയിൽ വെക്കുക, തിരുമ, ഇതെല്ലാം ചെയ്യല്ലേ? നമുക്ക് ഓരോ പേഷ്യന്റിനും ഓരോ ടൈം സ്ലോട്ട് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ തന്നെ തറോ ക്ലീനിങ് ചെയ്യും. ഈ പാത്തി അടക്കം ട്രീറ്റ്മെന്റ് റൂം അടക്കം നല്ല തറോ ക്ലീനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പേഷ്യന്റിനെ വിളിക്കാറുള്ളൂ. അതെ, ഇതിപ്പോ തെറാപ്പി കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഉടനെ ഇനി ഇതേപോലെ ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പേഷ്യന്റിനെ വിളിക്കുകയുള്ളൂ. അപ്പൊ ഇത് ചെയ്യുന്ന 8 പേര് 8 റൂമുകളിലായിട്ട് ഇത് ചെയ്യാനായിട്ട് 8 പേരുണ്ട്. അതെ, നമുക്ക് മെയിൽ തെറാപ്പി ഗ്രൂപ്പ്സ് ഉണ്ട്, ഫീമെയിൽ തെറാപ്പി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് 2 പേരാണ് നമ്മൾ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് 2 തെറാപ്പിസ്റ്റുകളാണ് ഒരു ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 4 മെയിൽ തെറാപ്പി ടീമും 4 ഫീമെയിൽ തെറാപ്പി ടീമും ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ ഈ ശിരോധാര ഇത് കോമൺ ആയിട്ട് എല്ലാത്തിനും വേണ്ടതാണോ? എല്ലാ ട്രീറ്റ്മെന്റ് റൂമിലും നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. ഡോക്ടേഴ്സ് ഓരോ പേഷ്യന്റിന്റെയും കൺസൾട്ടേഷന് ശേഷം പറയുന്ന ആ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് എന്ത് ട്രീറ്റ്മെന്റ് ആണോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മസാജുകളും കിഴികളും പിഴിച്ചിലും ധാരയും അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെയാണ് നടക്കുന്നത്. ശിരോധാര ചെയ്താൽ മുടി വളരും എന്ന് പറയുന്നത് ശരിയാണ്? അതെ, നമ്മൾ ശിരോധാര എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ്. അതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കനുസരിച്ചിട്ടാണ് ഓരോന്നിന്റെ റിസൾട്ട് വരുന്നത്. അപ്പം മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ച നന്നായിട്ട് കൂട്ടുന്നതുമായിട്ടുള്ള ഹെയർ ഓയിൽ വെച്ചിട്ട് ശിരോധാരയൊക്കെ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ തിരുമല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ട് പണ്ട് തിരുമലിന്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ സ്റ്റീം ബാത്ത് വരത്തില്ലേ? അതെ അതെ. അപ്പോൾ അത് എവിടെയാണ് അതിനുള്ള ഫെസിലിറ്റി? നമ്മൾ അഭ്യംഗം അല്ലെങ്കിൽ ഓയിൽ മസാജ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിനോടൊപ്പമാണ് സ്റ്റീം ബാത്തും കൊടുക്കുന്നത്. ഇതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്കൊരു റൂം ഉണ്ട്. ആ സൈഡ് റൂമിലാണ് സ്റ്റീം ബാത്തിന് വേണ്ടിയിട്ടുള്ള ചേമ്പർ, അതുപോലെ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ, ലേപം, വസ്തി, മാത്രവസ്തി, കഷായവസ്തി അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ ആ അഡ്ജസ്റ്റന്റ് റൂമിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. നമുക്ക് അഡ്ജസ്റ്റന്റ് റൂമിൽ പോയി കാണാം. സ്റ്റീം ബാത്തിന്റെ ശരിക്കുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ആയുർവേദത്തിൽ സ്നേഹന, സ്വേദന എന്ന് പറഞ്ഞിട്ട് പല മെത്തേഡിലാണ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ വരുന്നത്. അതിൽ സ്വേദന ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് സ്റ്റീം ബാത്ത് വരുന്നത്. ഓയിൽ മസാജൊക്കെ ചെയ്ത് സ്നേഹനം ചെയ്ത ഒരു ബോഡിയിലേക്ക് ഒരു ഡീടോക്സ് എഫക്റ്റ് കിട്ടാനും റിജുവിനേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഭ്യംഗം കഴിഞ്ഞാൽ ഈ ഓയിൽ മസാജ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റീം ബാത്ത് ചെയ്യുന്നത്. അപ്പോൾ ബോഡി നന്നായിട്ട് വേർത്ത് നമ്മുടെ ടോക്സിൻസ് ഒക്കെ പോകാനും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ സ്റ്റീം ബാത്ത്. അപ്പോൾ ഈ തിരുമല കഴിഞ്ഞ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെ അതെ. അപ്പം അതല്ലാതെ വേറുള്ളവർ വരുമോ? കാരണം ഇതിങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ധാരാളം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു IP ഓറിയന്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും ഇവിടെ അടുത്തുള്ള ഒരുപാട് ആൾക്കാർ OP ബേസിൽ ഇവിടെ വന്ന് ഓയിൽ മസാജും സ്റ്റീം ബാത്തും ഒക്കെ റെഗുലറായിട്ട് എടുക്കുന്നവരുണ്ട്. ഇത് തുറന്ന് കാണണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. സിമ്പിൾ മെത്തേഡാണ്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ തല മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫുൾ ബോഡിയിലേക്ക് സ്റ്റീം കിട്ടുന്ന രീതിയിലേക്കാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എത്ര നേരമുണ്ട് സ്റ്റീം? നമുക്കൊരു 10-15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് സ്വെറ്റിംഗ് ആകും. അത്രയും സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. എത്ര നാൾ കൂടുമ്പോൾ ചെയ്യാം? നമുക്കൊരു വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു റെജുവിനേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ. ഈ
ഫ്ലോറിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? നമ്മുടെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള കിലേഷൻ തെറാപ്പി, ഓസോൺ തെറാപ്പി, ECP, ഇൻഫ്രാറെഡ് സോണ തെറാപ്പി, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കിലേഷൻ തെറാപ്പി. ഈ കിലേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താ? കിലേഷൻ തെറാപ്പി ബേസിക്കലി ഒരു ഹെവി മെറ്റൽ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു IV ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് ഉള്ള പേഷ്യൻസൊക്കെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് കിലേഷൻ തെറാപ്പി. ബേസിക്കലി ഇത് നമ്മുടെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ തന്നെയാണ്? അതെ, ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഫ്ലോറിലാണ് നടക്കുന്നത്. ഓക്കെ, എന്നാൽ അത് കാണാം. ഈ സോന എന്ന് പറയുമ്പോൾ എന്താണ് പരിപാടി? ഇത് FIR സോന, അതായത് ഫാർ ഇൻഫ്രാറെഡ് സോന തെറാപ്പിയാണ്. മെയിനായിട്ട് ഇതിൽ ഫാർ ഇൻഫ്രാറെഡ് റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇത് സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഒരു സ്കിൻ ഡീടോക്സിഫിക്കേഷൻ, അപ്പം മുഖത്തിനൊക്കെ നല്ല, നമ്മുടെ മുഖം മാത്രമല്ല ഫുൾ ബോഡി സ്കിന്നിനും നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ നടന്ന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഇത് സ്കിൻ ഡീടോക്സ് അല്ലെങ്കിൽ സ്കിൻ ഗ്ലോ കൂടാതെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റീസ്, PCOD, ഒബീസിറ്റി അങ്ങനെയുള്ള പേഷ്യൻസ് അവരുടെ ഒരു ഫുൾ ബോഡി സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഫാറ്റ് മൊബിലൈസേഷനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അതായത് ഇത് ഇപ്പോൾ പേഷ്യൻസ് ആവണമെന്നില്ല, അല്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും. ഓ, കൊള്ളാലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫ്രാറെഡ് റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സ്കിന്നിലേക്ക് നന്നായിട്ട് ഡീപ്പ് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി ഇതുപോലത്തെ വേറെ പരിപാടികളുണ്ടോ? വെൽനെസ്സും അങ്ങനെയല്ല? വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, അതിൻ്റെ ഒപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ, ഫേസ് മസാജുകൾ, ഫേസ് അഭ്യംഗം, അതായത് നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യുന്ന കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽ അല്ലാണ്ട് ആയുർവേദ രീതിയിലുള്ള ഫേഷ്യൽ, ഇത് കുറേ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓസോൺ, അതെന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ്? ഓസോൺ മെഷീൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബ്ലഡിൽ നിന്ന് PRP വേർതിരിച്ചെടുക്കുന്ന, PRPക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജ് മെഷീനാണിത്. PRP എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുകൂടാണ്ട് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നീ പെയിൻ, ഷോൾഡർ പെയിൻ അങ്ങനെയുള്ള കണ്ടീഷനുകളിലും PRP വളരെ എഫക്റ്റീവ് ആണ്. എവിടെയാണ് നമ്മുടെ ഓസോൺ? ഇതാണ് നമ്മുടെ ഓസോൺ തെറാപ്പി യൂണിറ്റ്. ഓക്സിജനിൽ നിന്നും ഓസോൺ ഗ്യാസ് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമുക്ക് കുറേയധികം ഓട്ടോഇമ്യൂൺ കേസുകളിൽ, അതുപോലെ നോൺ ഹീലിംഗ് ആയിട്ടുള്ള വൂണ്ടിലൊക്കെ ഓസോൺ ട്രീറ്റ്മെൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക ഇത് ചെന്ന് കഴിയുമ്പോൾ? ഓസോൺ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആൻറ്റിസെപ്റ്റിക് ആണ്. ബാക്ടീരിയ, ഫംഗസ്, വൈറസിനെയൊക്കെ കൊല്ലാനുള്ള ഒരു കഴിവുണ്ട്. ഇതോടൊപ്പം തന്നെ നല്ലൊരു ഇമ്മ്യൂണോ മോഡുലേറ്ററും കൂടിയാണ് ഓസോൺ തെറാപ്പി. ഓ, അപ്പോൾ അതായത് ഒരുപാട് ഗുണങ്ങളാണ്. അതെ, മൾട്ടിപ്പിൾ ആക്ഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ എഫക്റ്റ് ആണ് നമുക്ക് ബോഡിയിൽ ഓസോൺ തെറാപ്പി ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരുവിധം കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇനി കാണാനായിട്ട് ബാക്കിയുള്ള 1-2 സ്ഥലങ്ങളും കൂടിയുണ്ട്. കിഡ്സ് പ്ലേ ഏരിയ കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ സ്വന്തം റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതെ, നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്നാ പിന്നെ വെച്ച് പിടിച്ചാലോ? പ്ലേ ഏരിയയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉൾപ്പെടെ ഇവിടെ സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ബെൽജിയത്തിൽ നിന്നുള്ള മീക്കയെ എനിക്ക് കിട്ടിയത്. ബെൽജിയത്തിൽ നിന്നൊരു ഗ്രൂപ്പ് എല്ലാ ജനുവരിയിലും ജൂലൈയിലും വരും അത്രേ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജനുവരിയിൽ വന്നു, വീണ്ടും ഈ ജൂലൈയിൽ വന്നതാണ് മീക്ക. ഹായ് മീക്ക. Hello. So tell me about your experience here. Well, I'm very, very positive. It's the second time I'm coming. I was here in January and I came here to heal myself. And what I like about this place is, first, excellent doctors, both Western and Ayurvedic. Beautiful staff, everybody. It's beautiful gardens here with herbs and vegetables, which I very much like. And it's very clean. And what is especially also interesting is the functional medicine that they're doing here. So the food is delicious, and I'm a cook, so I'm pretty skeptical about food, but the food is delicious here, super delicious, yeah. Nobody would say you're from Belgium right now. You've got the bindi, you've got the earrings, and I can see your anklet. You've become a Malayali. Is it Well, so?
Well, I really like this place here, I must say. My husband's gonna be surprised when he sees me back. താങ്ക് യു ഫോർ യുവർ ടൈം മീക്ക. You're welcome. ഒരു തവണ നമ്മളൊരു സ്ഥലത്ത് വരിക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടറിഞ്ഞ് വരുന്നതാണ്. പക്ഷെ പിന്നീട് അതേ സ്ഥലത്തേക്ക് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ എൻ്റെ കൂടെ ഇന്നുള്ളത് ആരാണ്? എൻ്റെ പേര് തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്താണ് വരുന്നത്. ആ, ചേട്ടൻ ഇത് ഒന്നാമത്തെ തവണയല്ല, അല്ല രണ്ടാമത്തെ അല്ല, രണ്ടാമത്തെ കറക്റ്റ് മൂന്നാമത്തെ നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയിരിക്കും. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എനിക്ക് ശരിക്കും അസുഖം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ബാക്ക് ബോണ് ഈ തൃശ്ശൂർ ഭാഷ പറയുകയാണെങ്കിൽ തണ്ടലിൻ്റെ അസുഖമായിട്ട് ഇതിൻ്റെ പ്രശ്നമുണ്ട്. എനിക്ക് ഇതേക്കുറിച്ച് എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ ഈ ആയുർവേദം എനിക്ക് മനസ്സിലായത് ഷിൻസി ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ആ കാര്യത്തിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ അനുഭവമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ ഭയങ്കര അറ്റ്മോസ്ഫിയറാണ്. അതായത് നിങ്ങളിവിടെ എല്ലാം എങ്ങനെ മാഡത്തിൻ്റെ പേരെങ്ങനെയാണ്? രേണു. രേണു ഇവിടെ കണ്ടതാണോ മാഡം? വളരെ ഭംഗിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഞാനും ഇടയ്ക്കൊക്കെ ഇതിലൂടെ പോകുന്നതാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്, വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും നല്ല ഇതാണ്. അതിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഈ നല്ല ഒരു ഈ ഇവിടുത്തെ ഈ ഷിൻസി ഡോക്ടറാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന തോമസ് മജീഷ്യൻ എന്നൊക്കെ അവരെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് വളരെ ഒരു ഇതില്ലാതെ വളരെ ഫ്രണ്ട്ലിയാണ്. അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. ഈ വേദനയ്ക്കൊക്കെ ഈ ഓരോ വരവിലും വ്യത്യാസം വരിക മാറ്റമുണ്ട്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഇതിൽ ബൈക്ക് ബോണിൽ. അപ്പോൾ ഇവിടെ വന്നും വളരെ മാറ്റമായി. ഡോക്ടർ ശ്രീനിവാസ് ഡോക്ടറാണ് നമുക്ക് 5 മിനിറ്റ് അല്ല നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതല്ല, അതാ ഞാൻ പറഞ്ഞ. അതുകൊണ്ട് അത്രയും നല്ലൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, ഒരുപാട് നന്ദി. ഞാനിവിടെ മുഴുവൻ ചുറ്റിക്കണ്ടു. ശാരീരിക മാനസിക പീഡകളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റെജുവനേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് സ്വയം ഒന്ന് പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരുള്ള ആയുർവേദനിലേക്ക് വരാം. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി തിരികെ എത്തും. ടിൽ ദെൻ